ഹായ് ഗൈസ്, നമുക്കിന്നൊരു മീൻകറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് സിലോപ്പി മീനാണ്. ഇനി നമുക്കിത് നല്ലവണ്ണം വൃത്തിയായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയും പച്ചമുളകും കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും പച്ചമണം നമുക്ക് ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടണം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ പൊടികളുടെയും പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതേപോലെ തന്നെ കുടംപുളിയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് വെള്ളം തിളയ്ക്കുന്നതുവരെ കാത്തിരിക്കാം. അതിനുശേഷം വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം പെറുക്കി ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം നമുക്ക് ഇതിൽ അടുക്കി പിടിക്കാൻ പാടില്ല. അതിനുശേഷം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.